തിരുവചനങ്ങൾ അമൃതം മധുരതരം, ജീവനവേദ്യം സൗഖ്യദായകം. തിരുവചനങ്ങൾ അമൃതം മധുരതരം, ജീവനവേദ്യം സൗഖ്യദായകം. പ്രാർത്ഥനയോടനുതാപമുടലിൽ പണഞ്ഞിടുന്നോർ കേട്ടിടുന്നു. പ്രാർത്ഥനയോടനുതാപമുടലിൽ പണഞ്ഞിടുന്നോർ കേട്ടിടുന്നു. നാം അധിവസിക്കുന്ന ഈ ലോകത്തിലെ ഓരോ സംവിധാനങ്ങൾക്കും എപ്പോഴും മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് കാണുന്ന സംവിധാനങ്ങളല്ല ഒരുപക്ഷെ നാളെ നാം കാണേണ്ടി വരിക. നാം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന ഒരുപാട് സമ്പ്രദായങ്ങൾ ഈ കാലത്ത് കാണാനില്ല. അതെല്ലാം മാറിപ്പോയി. പുതിയ പുതിയ സംവിധാനങ്ങൾ ആവിർഭവിക്കുന്നതോടുകൂടെ പഴയ സംവിധാനങ്ങൾ ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് ലോകം എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഓരോ കാര്യം എടുത്തു നോക്കിയാലും അതിലെല്ലാം തന്നെ അപ്ഡേഷൻ കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എപ്പോഴും അപ്ഡേഷൻ ആവശ്യമാണ്. അതതിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് മൊബൈൽ ഫോണുകൾ. അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും അപ്ഡേഷൻ ആവശ്യമാണ്. അതുപോലെ നാം മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും അപ്ഡേഷനുണ്ട്. അതായത് ഈ കാര്യങ്ങളൊന്നും തന്നെ തുടർമാനമായി ഒരേ നിലയിൽ ഉപയോഗിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതെല്ലാം കാലാകാലങ്ങളിൽ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. ഈ ലോകം മുഴുവനുള്ള സമ്പ്രദായങ്ങൾ നോക്കിയാൽ ഓരോന്നും ഓരോ ദിവസം കഴിയുന്തോറും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഈ കാലത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. ഒരു വിധത്തിൽ നാം ഭാഗ്യമുള്ളവരാണ്. കാരണം നാമൊക്കെ അധിവസിച്ചിരുന്ന കൊച്ചു കേരളത്തിൻ്റെ പഴമയും പുതുമയുടെ മുഖവും കാണുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പഴയ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ആ പഴമ മാത്രമേ കാണുവാൻ കഴിഞ്ഞുള്ളൂ. പഴയ സമ്പ്രദായങ്ങൾ, അതായത് ദീർഘവർഷങ്ങൾക്ക് മുൻപ്, വളരെ ദശാബ്ദങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സമ്പ്രദായങ്ങൾ, ആ ഓല കെട്ടിയ വീടുകളും വിറകുപയോഗിച്ചിരുന്ന അടുപ്പുകൾ, തീ ഊതി ഊതി കത്തിക്കുന്ന അങ്ങനെയുള്ള സാധാരണ അടുപ്പുകൾ, മോട്ടോർ വാഹനങ്ങൾക്ക് പകരമായി കാളവണ്ടികളും ഉന്തുവണ്ടികളും ധാരാളമായി ഉപയോഗിച്ചിരുന്നതായ ഒരു കാലഘട്ടം. വേഷവിധാനങ്ങളുടെ കാര്യത്തിലും പ്രത്യേകതകളുണ്ട്. ആ കാലത്ത് പുരുഷന്മാർ പരക്കെ ഉപയോഗിച്ചിരുന്ന മുണ്ടും ഷർട്ടും ജുബ്ബയും ഉത്തരീയവും ഒക്കെ ആയിരുന്നല്ലോ സാധാരണ വസ്ത്രങ്ങൾ. അമ്മച്ചിമാരുടുത്തിരുന്ന ചട്ടയും മുണ്ടുമൊക്കെ വാസ്തവത്തിൽ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിരുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. അങ്ങനെ ആ കാലത്തെ വേഷവിധാനങ്ങൾ പോലും വളരെയധികം പ്രത്യേകതകളുള്ളതായിരുന്നു. എന്നാൽ ആ സമ്പ്രദായങ്ങളെല്ലാം മാറി. പുതിയ പുതിയ വേഷവിധാനങ്ങൾ ആവിർഭവിച്ചതോടുകൂടെ പഴയ സങ്കേതങ്ങളെല്ലാം മാറിപ്പോയി. ആ കാലത്ത് തുണികൾ നെയ്തെടുക്കുന്ന കൈത്തറികൾ അവിടങ്ങളിലായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രം അത് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്നതായൊരു കാര്യമാണ്. അങ്ങനെ കൈത്തറികളിൽ ഓരോ തുണിയും നെയ്തെടുക്കുന്നതിന് ധാരാളം സമയം ആവശ്യമായിരുന്നു. അതിലെ ഓരോ ഇഴയും പാകുന്നതിന് സമയമെടുക്കുമായിരുന്നു. എന്നാൽ ഈ കാലം വന്നപ്പോൾ എത്രയോ വ്യത്യസ്തമായി ആധുനികമായ മെഷീനറിയുടെ സഹായത്തോടുകൂടെ തുണികൾ നെയ്തെടുക്കുന്നത് എത്രയോ അത്ഭുതകരമായൊരു കാഴ്ചയാണ് വാസ്തവത്തിൽ. ഞാൻ ഏതാനും ചില നാളുകൾക്ക് മുൻപ് ബോംബെയിലുള്ളതായ ഒരു ടൈലറിംഗ് സ്ഥാപനം സന്ദർശിച്ചു. അവിടുത്തെ സംവിധാനങ്ങൾ വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. അതായത് എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന മെഷീനുകൾ ഏകദേശം 50 എണ്ണത്തോളം ഒരു കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എംബ്രോയിഡറി വർക്ക് ചെയ്യേണ്ടുന്നതായ ഡിസൈൻ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷമായി സ്റ്റാർട്ട് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 50 മെഷീനിലേക്കും ഒരേപോലെയാണ് അതിൻ്റെ സിഗ്നൽ ചെല്ലുന്നത്. ആ സമയത്ത് 50 മെഷീനിലെയും ക്ലോത്ത് ഉറപ്പിച്ചിരിക്കുന്നതായ പ്ലാറ്റ്ഫോം ഒരേപോലെ ചലിക്കുന്നു. ആ ചലനത്തിനനുസരണമായി എല്ലാ തുണികളിലും ഒരേപോലെയുള്ളതായ ഡിസൈൻ തയ്ച്ചു ചേർക്കപ്പെടുന്നു. ഇത് അത്ഭുതകരമായ കൗതുകകരമായ ഒരു കാഴ്ചയായി എനിക്ക് തോന്നി. എത്ര പെട്ടെന്നാണ് ഓരോ ഡിസൈനും എംബ്രോയിഡറി ചെയ്ത് ഓരോ തുണിയിൽ അതിൻ്റെ പുതിയ പുതിയ ഡിസൈനുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്.
കാലം എത്രയോ മാറിപ്പോയിരിക്കുന്നു. ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നതായ ഒരു മേഖല തന്നെ അതിനുവേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അങ്ങനെ എത്രയോ പേരാണ് അവരുടെ ഉപരിപഠനത്തിനായി ഈ ഫാഷൻ ഡിസൈനിങ് തിരഞ്ഞെടുക്കുന്നത്. ഇത് വസ്ത്രത്തിൻ്റെ കാര്യമാണ്. എന്നാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ ഒരുപാട് വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി കണ്ടുവന്നിരുന്ന ഒരുപാട് ചായക്കടകൾ, കാപ്പിക്കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആ ചായക്കടകളുടെ മുൻപിൽ ഒരു കണ്ണാടി കൂട്ടിൽ നമ്മുടെ നാട്ടിൻപുറത്തെ വിഭവങ്ങളായിട്ടുള്ള പരിപ്പുവടയും ഉഴുന്നുവടയും അതേപോലെയുള്ള മറ്റു സാധനങ്ങളും ഒക്കെ അണിനിരന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ പഴയ കാലത്തെ ആ കാപ്പിക്കടകളും ചായക്കടകളും ഒക്കെ ആധുനിക കാലത്തുള്ള മക്ഡൊണാൾഡ്സിനും KFCക്കും ഒക്കെ വഴിമാറി കൊടുക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് എല്ലാവരുടെയും പറമ്പിൽ കൃഷി ചെയ്തിരുന്ന കപ്പയും ചേനയും കാച്ചിലും ചേമ്പും ഇന്ന് അസാധാരണ വിഭവങ്ങളായി മാറി. പഴയ കാലത്തുണ്ടായിരുന്ന ആളുകൾക്ക് നല്ല ആരോഗ്യവും ആയുസ്സും ഉള്ളവരായിരുന്നു. എന്നാൽ കാലം മാറിക്കഴിഞ്ഞപ്പോൾ, ആധുനിക സങ്കേതങ്ങൾ ധാരാളമായി വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യം കുറഞ്ഞു, ആയുർദൈർഘ്യം കുറഞ്ഞു, എല്ലാവരും രോഗികളായി തീർന്നു. എന്തായിരുന്നാലും ഓരോ മേഖല എടുത്താലും അവിടെ എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ആധുനികമായ സങ്കേതങ്ങൾ വരുന്നതിനനുസരണമായി എല്ലാ മേഖലകളിലും ഓരോരോ കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാലും അതെല്ലാം മാറ്റങ്ങൾക്കനുസൃതമായി പുതിയ പുതിയ സങ്കേതങ്ങൾ ആവിർഭവിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ഇന്ന് കാണുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നാളെ പഴഞ്ചനായി തീരാം. ഇന്നത്തെ നിയമങ്ങൾക്ക് നാളെ മാറ്റം സംഭവിച്ച് മറ്റൊരു രൂപത്തിൽ അവതരിച്ചെന്നിരിക്കാം. അങ്ങനെ എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. പക്ഷേ മാറാത്തതായ ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞ് ഈ ധ്യാനചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് പർവ്വതപ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നതായ ഒരു കാര്യം ഇങ്ങനെയാണ്: സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ കാണുന്നതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. നാം ജീവിക്കുന്ന ലോകത്തിൽ ഓരോ ദിവസവും ഓരോരോ സമ്പ്രദായങ്ങൾ പുതുതായി വന്നുകൊണ്ടേയിരിക്കും. ചിലത് പഴഞ്ചനായി മാറാം, ചില ജീവിത രീതികൾ പഴഞ്ചനായി പോകാം. പഴയ ആളുകളെ ഒരുപക്ഷെങ്കിൽ പുതിയ ലോകം അംഗീകരിച്ചെന്നിരിക്കുകയില്ല. പുതിയ പുതിയ തത്വശാസ്ത്രങ്ങൾ ലോകത്തിൽ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവവചനം പറയുന്നു, ഈ ദൈവവചനത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും മാറിപ്പോകയില്ല. വലിയവനായ ദൈവം അരുളി ചെയ്ത വചനങ്ങൾ സത്യം സത്യമായി നിലകൊള്ളുന്നു. അതിന് യാതൊരു വ്യതിയാനവും വരുന്നില്ല. കാരണം ഇത് ദൈവശ്വാസീയമായിട്ടുള്ള വചനമാണ്. ഈ വചനത്തിന് ഒരു നാളും നീക്കമുണ്ടാകയില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതേ അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അർത്ഥാൽ കർത്താവായ യേശുക്രിസ്തുവാണ് വചനം. ദൈവവചനം ഇങ്ങനെ പറയുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ അധികാരത്താൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് അനുവാദമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ വലിയവനായ ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് ആ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയിപ്പാൻ, നമ്മുടെ അപേക്ഷകൾ നൽകുവാൻ കർത്താവ് നമുക്ക് അനുവാദം നൽകിയിരിക്കാൻ നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലാം കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം ധൈര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ധാരാളമായി നൽകി നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവേ, ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഓരോ ദിവസവും മാറി മാറി പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ ലോകത്തിലെ സമ്പ്രദായങ്ങളെല്ലാം അസ്ഥിരമായിരിക്കുമ്പോൾ സ്ഥിരമായി നിലനിൽക്കുന്ന ഏക കാര്യം അവിടുത്തെ വചനമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകാതെ
അവിടുത്തെ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ വചനം ഞങ്ങളെ എല്ലാ ദിവസവും നയിക്കുന്നതിനായി സ്തോത്രം. ആ വചനം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം. ആ വചനം ഞങ്ങളെ ധൈര്യപ്പെടുത്തി ഞങ്ങൾക്ക് നടക്കുവാൻ ആവശ്യമായ പാത കാണിച്ചു തരുന്ന അനുഗ്രഹകരമായ വചനത്തിനായി ഞങ്ങൾ ഇന്ന് രാവിലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ നടക്കേണ്ടുന്നതായ പാത ഞങ്ങൾക്ക് കാണിച്ചു തന്ന് ഞങ്ങളെ സഹായിക്കണമേ. രോഗികൾക്ക് സൗഖ്യവും ക്ഷീണിതർക്ക് ആശ്വാസവും നൽകി സഹായിക്കണമേ. വിവിധങ്ങളായ കാര്യങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും ചെയ്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഇറങ്ങിയ വചനം കൃപയും സത്യവും നിറഞ്ഞവനാ. ജഡമായി ഭൂമിൽ ഇറങ്ങിയ വചനം കൃപയും സത്യവും നിറഞ്ഞവനാ. കാലിനു നല്ലൊരു ദീപമതാ, പാതയിൽ പതികനു പ്രകാശമാ. കവലയെന്നും വഴി നടത്തും, കവലയെന്നും വഴി നടത്തും. തിരുവചനം അമൃതം മധുരതരം, ജീവനനേറ്റം സൗഖ്യദാ